പ്രിയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ, ബെന്യാമിൻ, ജി.പി. രാമേന്ദ്രൻ, പ്രിയപ്പെട്ട രജനി സുബോധ്, കമൽനാഥ് എസ്, വേദി സദസ്സിലെ പ്രിയപ്പെട്ട വൈശാഖ മാഷ് ഉൾപ്പെടെയുള്ള പ്രൗഢഗംഭീരമായ സദസ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ സെമിനാറിൽ പങ്കെടുത്ത് ഒരു നീണ്ട പ്രഭാഷണം ഞാൻ നടത്താൻ നിർവാഹമില്ല. ജലദോഷവും ചുമയൊക്കെ ആയിട്ട് ശബ്ദം കുറച്ച് ദുർബലമായ അവസ്ഥയിലാണ്. നേരത്തെ പ്രിയപ്പെട്ട ആലങ്കോട് സൂചിപ്പിച്ചതുപോലെ ഈ സെമിനാർ, ഈ സെഷൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കൂടി നടത്തപ്പെടുന്നതാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ തുഞ്ചൻ പറമ്പുമായി സഹകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള തുഞ്ചനോത്സവത്തിലെ സ്ഥിരമായി സെമിനാറുകളൊക്കെ തന്നെ വളരെ കാലമായിട്ടുള്ളതാണ്. പ്രിയപ്പെട്ട MT തന്നെയാണ് അത്തരമൊരു സംയോജനത്തിന് അല്ലെങ്കിൽ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. തുഞ്ചൻ പറമ്പ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും MT തന്നെയാണ് പ്രധാനപ്പെട്ട ഓർമ്മയായി വരുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ MT ആണ്. അതുപോലെ തന്നെയാണ് കേരള സാഹിത്യ അക്കാദമിയും. കേരള സാഹിത്യ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം MT അധ്യക്ഷത വഹിച്ച അല്ലെങ്കിൽ MT പ്രസിഡൻ്റായ കുറേ കാലം, ഏതാണ്ട് 6 വർഷങ്ങൾ, അന്ന് വൈശാഖ മാഷും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം. ആ കാലമെന്ന് പറയുന്നത് സാഹിത്യ അക്കാദമിയുടെ എല്ലാ കാലഘട്ടത്തിലും മാതൃകയായ പ്രവർത്തനങ്ങൾ നടന്ന ഒരു ഘട്ടമാണ്. ഇന്നും സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നടത്തുന്ന പല പ്രവർത്തനങ്ങളും, ഇപ്പോൾ സെമിനാറുകളും അതുപോലെ തന്നെ വാർഷികാഘോഷങ്ങൾ, അത് മാത്രമല്ല പ്രധാനമായിട്ടും അത് നൽകുന്ന പുരസ്കാരങ്ങൾ, അതുപോലെ തന്നെ എഴുത്തുകാർക്ക് നൽകുന്ന പ്രത്യേകമായിട്ടുള്ള ചില സൗകര്യങ്ങളും പരിഗണനകളും, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ MT മുൻകൈയെടുത്ത് നടപ്പാക്കിയ സംഗതികളാണ്. അതുകൊണ്ട് തന്നെയാണ്, ഉദാഹരണത്തിന് അവാർഡിൻ്റെ കാര്യം തന്നെ എടുക്കാം. ആ കാര്യത്തിൽ അദ്ദേഹം എടുത്ത കർശനമായ നിലപാടുകൾ, അത് പിന്നീട് ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അതിലൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷേ അധികം സമയം ഇപ്പോൾ തീർച്ചയായിട്ടും MT നിശ്ചയിച്ച വഴിയിലൂടെയാണ് ആ കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് തന്നെയാണ് തീർച്ചയായിട്ടും സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് ഇന്നും ഒരു പ്രാധാന്യവും ഒരു വിശ്വസനീയതയും ഒക്കെ ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. അവാർഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട സാഹിത്യ ശാഖകൾ, സാഹിത്യ പ്രവണതകൾ, അതൊക്കെയായിട്ട് അക്കാദമിയെ ബന്ധപ്പെടുന്ന കാര്യത്തിൽ MT തുടങ്ങി വെച്ച ആ കാലഘട്ടത്തിൽ അന്നൊന്നും ഇതുപോലെ വലിയ സാംസ്കാരിക ഉത്സവങ്ങൾ, സാഹിത്യ ഉത്സവങ്ങൾ ഒന്നും തന്നെ കേരളത്തിൽ അങ്ങനെ ആരംഭിച്ചിട്ടില്ല. ആ സമയത്താണ് ഒരു ദേശീയ സെമിനാർ, ദേശീയ സാഹിത്യോത്സവം തന്നെ MTയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്. വസ്തുതയിൽ ഞങ്ങൾ തൃശ്ശൂർക്കാർ, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള അന്നത്തെ യുവാക്കൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ പലരെയും നേരിട്ട് കാണുന്നത് അത്തരം ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ മാത്രമല്ല, ദീർഘകാലം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ എന്നുള്ള നിലയിലും സാഹിത്യത്തിന് പൊതുവെ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകമായിട്ട് നമ്മളത് പഠിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അക്കാര്യത്തിൽ സ്വന്തം നിലപാടുകളോ അല്ലെങ്കിൽ സ്വന്തം ആശയങ്ങളോ പ്രചരിപ്പിക്കുന്നതിനുള്ളൊരു വേദിയാകുക എന്നുള്ള വിട്ട് ജനാധിപത്യപരമായ സംവാദാത്മകമായൊരു അന്തരീക്ഷം താൻ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളിൽ, അത് പത്രസ്ഥാപനമായാലും സാഹിത്യ അക്കാദമി ആയാലും തുഞ്ചൻ പറമ്പായാലും മറ്റേതൊരു സാംസ്കാരിക സ്ഥാപനമായാലും, അവിടെയൊക്കെ തന്നെ അതൊക്കെ സംവാദാത്മകമായി എല്ലാവിധ ആശയധാരകൾക്കും പ്രാമുഖ്യം നൽകുന്ന, എല്ലാ വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാർക്കും എല്ലാ തലമുറയിൽപ്പെട്ടവർക്കും പരിഗണന നൽകുന്ന തരത്തിൽ അതിനെ സംവിധാനം ചെയ്യാനായിട്ട് MT എപ്പോഴും
കർശനമായി തന്നെ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അത് പത്രാധിപർ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ പോലും കാണാൻ കഴിയും. എം ടിയുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ചെറിയ മട്ടിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വാത്സല്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊരു സന്ദർഭം ഞാനിവിടെ ഒരു കാര്യത്തിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഞങ്ങളൊരിക്കൽ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ, ഞാനന്ന് ബാലപംക്തിയിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു വ്യക്തിക്ക്, അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം പിന്നീട് നല്ല സിനിമകളൊക്കെ മലയാളത്തിൽ നൽകിയിട്ടുണ്ട്. അധികമില്ല എങ്കിൽ പോലും വഴിത്തിരിവായ ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതാനുഭവമായിട്ട് എം ടിയെ കാണാൻ പോയി. അപ്പോൾ ഞാനും കൂടെ പോയി, എന്നത്ര മാത്രം. അപ്പോൾ എം ടിക്ക് എന്നെ അറിയുമെന്നൊന്നും അന്ന് നിശ്ചയമില്ല. അപ്പോൾ അവിടെ ചെന്ന് എം ടിയുമായി സംസാരിച്ചു. അപ്പോൾ എഴുതിക്കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു തീം എം ടിയെ ഏൽപ്പിച്ചിരുന്നു. വൈകിട്ട് എം ടിയുമായി സംഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എം ടിയെ ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണ്, നേരിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ കഥ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരിക്കാം, നിങ്ങളുടെ അനുഭവമായിരിക്കാം. പക്ഷേ ഇത് പ്രേക്ഷകന് എന്താണ് ഇത് കാണേണ്ടത് എന്തിനു വേണ്ടിയാണ്? പ്രേക്ഷകന് ഇതിൽ താല്പര്യമുണ്ടാകേണ്ടത് എന്തുകൊണ്ടാണ്? പിന്നെ അദ്ദേഹം എന്നെ നോക്കിയിട്ടാണ് പറഞ്ഞത്, നമ്മൾ എന്തെഴുതുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടായിരിക്കണം. ഇത് വായിക്കുന്നവർ അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളുന്ന സമൂഹം എന്തിനു വേണ്ടി ഇത് വായിക്കണം? എന്തിനു വേണ്ടി ഇതൊരു പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കപ്പെടണം? ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്കൊരു രചനയിലേക്ക് കടക്കാൻ കഴിയും. അപ്പോൾ ഞാൻ അത്ഭുതത്തോടു കൂടി അന്ന് ആലോചിച്ചിരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് എം ടിയുടെ നേതൃത്വത്തിലുള്ള മാതൃഭൂമി ആഴ്ചവെപ്പിൽ ഒരു തലമുറ എങ്ങനെ അരങ്ങ് തകർക്കുകയാണ്, ആധുനികർ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ. അവർ നേരെ മറിച്ചുള്ള ആശയങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ്, ഞങ്ങൾക്ക് സമൂഹത്തോട് യാതൊരു ബാധ്യതയില്ല, സമൂഹത്തിന് വേണ്ടിയൊന്നും ഞങ്ങൾ എഴുതാൻ തയ്യാറില്ല, ഞങ്ങൾ ഞങ്ങളുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതവരുടെ ഒരു ന്യായമായ വാദഗതി തന്നെയാണ്. അങ്ങനെയും ചിന്തിക്കാം. ആത്മസംതൃപ്തിക്ക് വേണ്ടി എഴുതുന്ന കാര്യങ്ങൾ സമൂഹത്തിൻ്റെ സംതൃപ്തിയായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണകരമായിട്ടും വന്നുകൂടായിക്കൊന്നുമില്ല അല്ലല്ലോ. പക്ഷേ എം ടിയുടെ ആശയധാരയ്ക്ക് അല്ലെങ്കിൽ എം ടിയുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ളവരെ ആണ് ആ കാലഘട്ടത്തിൽ അവർ പ്രതിഭാശാലികളാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം അവർക്കുള്ള അവസരങ്ങൾ കൊടുക്കാനാണ്, അവരെ അണിനിരത്താനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. ഇത് എല്ലാ സന്ദർഭങ്ങളിലും അത്തരത്തിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു മനോഭാവം, ഈ ഒരു ജനാധിപത്യ സ്വഭാവം അദ്ദേഹത്തിൻ്റെ കൃതികളിലും തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ എം ടി ആണ് ഒരുപക്ഷെ മലയാളത്തിൽ, എം ടി ഒരുപക്ഷെ ചങ്ങമ്പുഴയുമായിട്ട് നമുക്ക് പല ഘട്ടത്തിലും നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കാൻ തോന്നുന്ന ഒരു മഹാപ്രതിഭയാണ്. ഈ രണ്ടുപേരും ചില സാമ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രബുദ്ധമായ വായനാ സമൂഹത്തെ സൃഷ്ടിച്ചിട്ടുള്ള, വളരെ ജനകീയമായ വായനയ്ക്ക് കാരണമായിട്ടുള്ള രണ്ടുപേരാണ്. സാധാരണ ജനകീയമായ വായന എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ വായിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കൃതിയോ ഒരു എഴുത്തുകാരനോ വളരെ മികച്ച സാഹിത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട വിധത്തിലുള്ള വഴിത്തിരിവുണ്ടാക്കിയ ആളുകളാകണമെന്നില്ല. വാസ്തവത്തിൽ പലപ്പോഴും അങ്ങനെ ആകാതിരിക്കാനാണ് സാധ്യത. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുത്ത് പലപ്പോഴും സ്വീകരിക്കപ്പെടുന്നതിന് പല കാരണങ്ങളുമുണ്ട്. അതൊന്ന് വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതുന്നത് കൊണ്ടാവാം. വ്യവസ്ഥാപിതമായ സൗന്ദര്യ സങ്കല്പങ്ങളോടും സാമൂഹ്യ ധാരണകളോടും പൊതുബോധത്തോടുമൊക്കെ സംയോജിച്ച് നിൽക്കുകയും അല്ലെങ്കിൽ അതിനൊക്കെ വിധേയപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു എഴുത്ത് സാധാരണഗതിയിൽ വളരെ വ്യാപകമായി സ്വീകരിക്കപ്പെടും. അങ്ങനെയും സംഭവിക്കാം. പക്ഷേ ചങ്ങമ്പുഴയായാലും എം ടി ആയാലും അവർ ജനകീയ അംഗീകാരം നേടിയത് നിലവിലുള്ള വ്യവസ്ഥാപിതമായ സൗന്ദര്യ സങ്കല്പങ്ങളെയോ ആസ്വാദനശീലങ്ങളെയോ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പുതുവഴി തുറക്കുകയാണ് അവർ എല്ലാ അർത്ഥത്തിലും ചെയ്തത്. പുതിയ ഭാഷ, പുതിയ ജീവിതം, പുതിയ ആവിഷ്കാര ശൈലി, പല ഘട്ടത്തിലും സാഹിത്യത്തിന്
മാതൃകയാക്കാവുന്ന, സാഹിത്യത്തിലെ തന്നെ കഥയുടെയും കവിതയുടെയും രണ്ട് വഴികൾ തന്നെ തുറന്നു എന്ന് നിശ്ചയമായും പറയാവുന്ന രണ്ടുപേരാണ്. ഇപ്പോൾ ഇന്നും കവിതയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ തന്നെ കവിത എഴുതാൻ പേനയെടുക്കുന്നവരുടെ മുമ്പിലും കവിത വായിക്കാനായിട്ട് പുസ്തകം എടുക്കുന്നവരുടെ മുമ്പിലും ഹൃദയത്തിലും ചങ്ങമ്പുഴ കുടിയിരിപ്പാണ്. അപ്പോൾ ചങ്ങമ്പുഴയെ ഒന്ന് വെല്ലുവിളിച്ചിട്ട് മാത്രമേ ഒരു കവിക്ക് ഇന്ന് എഴുതാൻ കഴിയൂ, ഇന്നും എത്രയോ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളൊരവസ്ഥയുണ്ട്. മലയാള കവിതയുടെ ആധുനികമായ ഒരു വഴി ഏറെ വർഷങ്ങളായിട്ട് ചങ്ങമ്പുഴയായിട്ട് നിലനിൽക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് എം ടിയുടെയും കാര്യം. ഇന്നും ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ഒരു എന്താ പറയുക, ഒരു മുഖ്യധാര വായന അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വായന ആസ്വാദന ശീലത്തിൻ്റെ ശീലം എം ടിയെ മുൻനിർത്തിയാണ്. പലപ്പോഴും കഥയുടെ ഒരു ഫോർമാറ്റ്, കഥയിലേക്ക് വരുന്ന വാക്യങ്ങളുടെ ഘടന, കഥയിലേക്ക് വരുന്ന പ്രകൃതി, കഥയിലേക്ക് വരുന്ന സങ്കല്പങ്ങൾ, ഇങ്ങനെ പല സംഗതികളുണ്ടല്ലോ. അതൊക്കെ ഇന്നും അതിൻ്റെ ഒരു നിശ്ചിത രൂപം എന്ന് പറയാവുന്നത് എം ടി ആണ്. ഇത് എം ടി സൃഷ്ടിച്ചതാണ്. ഇത് എം ടി സ്വയം സൃഷ്ടിച്ചതാണ്. എം ടി സ്വയം സൃഷ്ടിച്ച ആ സംഗതികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സിനിമയെ ഇപ്പം ജി വി രാമേന്ദ്രൻ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വള്ളുവനാടൻ ഭാഷ എന്ന് പറഞ്ഞുള്ളൊരു സംഗതി. ആ കാലഘട്ടത്തിൽ മലയാള സാഹിത്യത്തിൽ കുറേ പേർ അതുമായി ബന്ധപ്പെട്ട് മധ്യകേരളത്തിൻ്റെ തെക്കൻ മലബാറിൻ്റെ ഭാഗമായിട്ടുള്ള ജീവിതങ്ങളെയൊക്കെ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സംഭാഷണ ശൈലിയായിട്ട് വന്നിട്ടുള്ളതാണ്. അതൊക്കെ പിന്നീട് കേരളത്തിൻ്റെ തന്നെ സാഹിത്യ ഭാഷയും പൊതുവെ പറഞ്ഞ സിനിമാ ഭാഷയൊക്കെ മാറിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രകൃതി ദൃശ്യങ്ങളുടെ കാര്യത്തിലും ജീവിതാവിഷ്കാരങ്ങളുടെ കാര്യത്തിലും ഒക്കെ തന്നെ അത് ഒരു ശരിയായ മാതൃകയായി നിൽക്കുകയാണ്. ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറയാറുണ്ട്, നല്ല കഥയായിട്ടുണ്ട്, എം ടിയെ വായിച്ച പോലെ എന്നുള്ള നിലയ്ക്കാണ് അവർ പറയുന്നത്. എം ടിയെ വായിച്ചതിന് ശേഷം ഇപ്പോഴാണ് ഒരു കഥ വായിക്കുന്നതെന്ന് പലരും പറയാറുണ്ട്. കാരണം അവരുടെ മനസ്സിൽ അതങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പുതിയ വഴി തുറന്നു എന്ന് മാത്രമല്ല, ഈ രണ്ട് സാഹിത്യശാഖകളുടെയും പ്രത്യേകിച്ച് കഥ, എം ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഥയുടെയും നോവലിൻ്റെയും ഇന്നും പിന്തുടർന്ന് പോരേണ്ടി വരുന്ന ഒരു വലിയ സാഹിത്യ സമീപനത്തിൻ്റെ അതിൻ്റെ ആരംഭകനാണ് വാസ്തവത്തിൽ എം ടി. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ചങ്ങമ്പുഴയ്ക്കെന്ന പോലെ എം ടിക്കും നിരവധിയായിട്ടുള്ള അനുകർത്താക്കൾ, അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടർന്നവർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് മലയാള കഥയുടെ ഒരു സമാന്തര വഴിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാ കാലത്തും ഇപ്പോഴും ഉണ്ട് എം ടി എൻ ശൈലിയിൽ എഴുതുന്നവർ. അതിന് വലിയ സ്വീകാര്യതയും കിട്ടുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മനുഷ്യ മനസ്സുകളിൽ അവർ എം ടിയെ വായിച്ചതിൻ്റെ ആ കൃതികളൊക്കെ വായിച്ചതിൻ്റെ ആ ഒരു ഗൗരവത്തിൽ അവരത് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ളൊരു സംഗതി വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് തുറന്നു കിട്ടുന്നു, അവരുടെ ഓർമ്മകൾ തുറന്നു കിട്ടുന്നു. അതവർക്ക് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എം ടിയും എം ടിയുടെ അനുകർത്താക്കളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടെയാണ് വലിയ പ്രധാനപ്പെട്ട സംഗതി. അതായത് എം ടിയുടെ അനുകർത്താക്കൾ എന്ന് പറയുമ്പോൾ ആ ഒരു ശൈലി പലപ്പോഴും ഉപയോഗിച്ച്, അത് ശൈലികളൊക്കെ മറ്റേതെങ്കിലും ഒരു തലമുറയിലെ എഴുത്തുകാരൻ്റെ ശൈലി അനുകരിച്ച് എഴുതുന്നവർക്ക് വരുന്ന ഒരു ദൗർഭാഗ്യം കൂടിയാണത്. അവർ പലപ്പോഴും ഇപ്പോൾ എഴുത്ത് ശൈലി എന്ന് പറയുന്നത് ഒരു പുതിയ ഭാവത്തെ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ്. അല്ലാതെ ആശയവും ലോകവീക്ഷണവും ഒന്ന്, ശൈലി വേറൊന്നെന്നുള്ള അർത്ഥത്തിലല്ല. ശൈലിയും സാഹിത്യത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹിത്യ വിഭാഗത്തിലുണ്ടാവുന്ന ഒരു നവീന ഭാഷയും ഒക്കെ തന്നെ അതിലേക്ക് കൊണ്ടുവരുന്ന പുതിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ രൂപപ്പെട്ടു വരുന്നതാണ്. അതാണ് എം ടിയെ പോലുള്ള എഴുത്തുകാർ സൃഷ്ടിച്ചത്. പക്ഷേ അനുകർത്താക്കൾ പലപ്പോഴും യാഥാസ്ഥിതിക സമീപനങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നതിനും വ്യവസ്ഥയെ പരിപാലിക്കുന്നതിനും വ്യവസ്ഥാപിതമായ സൗന്ദര്യ സങ്കല്പങ്ങളെ ഉദ്ഘോഷിക്കുന്നതിനും അത് ചിരസ്ഥായിയാണെന്ന് സ്ഥാപിക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് ആ ശൈലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ പലപ്പോഴും പ്രതിലോമകരമായ നിരവധി ആശയങ്ങളെയും അവർ കൊണ്ടുവരുന്നു. പലപ്പോഴും അത്
പണ്ടെങ്ങോ നടന്നുപോയ നമ്മുടെ പഴയ ഫ്യൂഡൽ ജന്മിത്ത നാടുവാഴി കാലഘട്ടമാണ് ശരി, ആ കാലഘട്ടത്തിൻ്റെ നീതിയാണ് ശരി എന്നുള്ള തരത്തിലേക്ക് പുതിയ കാലഘട്ടം ആധുനിക ജീവിതം, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആശയങ്ങൾ, ജനാധിപത്യ മുന്നേറ്റങ്ങൾ, സാമാന്യ മനുഷ്യൻ നേടിയെടുത്ത അവകാശങ്ങൾ, ഇത്തരം സംഗതികളൊക്കെ രാജ്യത്തിനും പൊതുവെ നമ്മുടെ സംസ്ഥാനത്തിനുമൊക്കെ തന്നെ ദോഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ സ്ഥാപിക്കാൻ കൂടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇത്തരം ഒരു ശൈലി ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ MT ആ ശൈലി ഉപയോഗിച്ച് എന്താണ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നാലുകെട്ട് എന്ന് പറയുന്ന ഒറ്റ കൃതി തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ നാലുകെട്ടിലെ അന്തരീക്ഷം തന്നെയാണ് അതിൽ MTN ശൈലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അനുകർത്താക്കൾ ഉപയോഗിക്കുന്നതും അത് തന്നെ. പക്ഷേ അവിടെ MT നാലുകെട്ട് എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ പൊളിക്കുകയാണല്ലോ ചെയ്തത്. അവിടെ അപ്പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തെ പ്രാപ്തനാക്കി, അന്ന് ഒരാളെ പ്രാപ്തനാക്കാൻ വേണ്ടി, അയാളെ ഒരു വിവേകിയാക്കാൻ വേണ്ടി അയക്കാവുന്നൊരു സ്ഥലം വയനാടാണ്. കൂടി വന്നാൽ അവിടേക്ക് അദ്ദേഹത്തെ അയച്ച്, അദ്ദേഹത്തെ ജീവിതം പഠിപ്പിച്ച്, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ വിവേകിയാക്കി ഒരു മനുഷ്യനാക്കി മാറ്റി. അങ്ങനെയുള്ള ഒരാൾ അവിടെ വന്നിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട് വാഴുന്ന ആ നാലുകെട്ട് പൊളിക്കുകയാണ് ചെയ്യുന്നത്. പൊളിച്ച് കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ഭഗവതി കുടിയിരിക്കുന്ന നാലുകെട്ട് പൊളിക്കുകയെ. അതൊന്നും ആ യുവാവ് ഗൗനിക്കുന്നില്ല. മാത്രമല്ല വേറൊരു സംഗതി കൂടി, നമ്മുടെ കുടുംബസങ്കല്പങ്ങളെക്കുറിച്ച്, ദാമ്പത്യത്തെക്കുറിച്ച്, അതിൻ്റെ ചില വൈകാരിക അംശങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു പൊളിച്ചെഴുത്തും കൂടി അവിടെ വളരെ വിദഗ്ധമായി സന്നിവേശിച്ചു വരുന്നുണ്ട്. അപ്പുണ്ണി പുറത്തു പോയ സമയത്ത് അമ്മയ്ക്ക് ഒരു കൂട്ടുകാരനുണ്ടായി വരുന്നുണ്ട്, ശങ്കരൻ നായരോ മറ്റോ. ഈ ശങ്കരൻ നായരെ കൂടി വളരെ സൗഹാർദ്ദമായിട്ട് ആ കുടുംബാന്തരീക്ഷത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ശങ്കരൻ നായരെ നിങ്ങളും വരൂ എന്നുള്ളതാണ്. അപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു സാമൂഹിക ജീവിതാവസ്ഥയുടെ ഒരു 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 ഉദ്ഘാടനം കൂടി അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഒരു ചങ്കൂറ്റം, ഈ കാറ്റും വെളിച്ചവും കടക്കാൻ വേണ്ടി ഇരുണ്ട ലോകങ്ങൾ പൊളിച്ചു മാറ്റുക എന്ന ആ ഒരു ജനാധിപത്യത്തിൻ്റെ കടന്നുവരവിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തൽ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതിനെ പിന്തുടരാനോ MTയുടെ ഒട്ടുമിക്കവാറും അനുകർത്താക്കൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വളരെ വാസ്തവമാണ്. ഇത്തരത്തിലുള്ള തകർക്കലുകൾ വളരെ സ്വാഭാവികമായ ഇത്തരത്തിലുള്ള പൊളിച്ചെഴുത്തുകൾ MTയുടെ പല കൃതികളിലും നമുക്ക് കാണാൻ കഴിയും. അസുരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഗോവിന്ദൻകുട്ടിക്ക് അങ്ങനെ അപ്പുണ്ണിയെ പോലെ ഒരു കാരികഗൗരവത്തോടു കൂടി വളരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാൾക്ക് ആകെ ചെയ്യാൻ കഴിഞ്ഞത് ഒരു ധിക്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വ്യവസ്ഥിതിയോട്, പ്രത്യേകിച്ച് അമ്മാവനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നാലുകെട്ടിനോട്, തറവാടിനോട് അയാളുടെ ഒരു ധിക്കാരം അയാൾ പ്രകടിപ്പിച്ചത് മതം മാറിക്കൊണ്ടാണ്. അതുണ്ടാക്കുന്ന കോലാഹലം വളരെ വലുതാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളെ MT വള്ളുവനാടിൻ്റെയും മലബാറിൻ്റെയും ഒക്കെ തന്നെ മതേതര ജീവിതത്തിൻ്റെ ഉദ്ഘോഷങ്ങളായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊരു കഥാപാത്രം എന്ന് പറയുന്നുണ്ട്, എന്നാലും നമ്മളൊക്കെ ഇസ്ലാമുകളല്ലേ, കുഞ്ഞുമരക്കാർക്ക എന്നൊരു ഡയലോഗുണ്ടതിൽ. അപ്പോൾ ഈ കുഞ്ഞുമരക്കാർക്ക എന്ന് പറയുന്ന വിശ്വാസിയായിട്ടുള്ള മുസ്ലിം വൃദ്ധൻ നടത്തുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സംഭാഷണമുണ്ട്. അത് ആരാണ് വിശ്വാസികൾ, ആരാണ് മുസ്ലിം, അവരെന്താണ് ചെയ്യുന്നത്, നിൻ്റെ യജമാൻ, ഈ പറഞ്ഞു വന്ന യുവാവിൻ്റെ മുതലാളി, അവനാണോ മതവിശ്വാസി, അവൻ മതം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നിങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വായിക്കേണ്ടിയിരിക്കുന്ന നിരവധി ജീവിത മുഹൂർത്തങ്ങൾ ശക്തമായി ഉന്നയിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ. ഇത് ആ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, MTയുടെ മൊത്തം കൃതികൾ, കഥകൾ, നോവലുകൾ ഒക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും നമ്മുടെ കേരളീയ സമൂഹത്തിൽ, പ്രത്യേകിച്ചും ഈ വള്ളുവനാടിൻ്റെ, പൊന്നാനിയുടെയും അതുപോലെ തന്നെ തൃത്താലയുടെയും അതുപോലെ പട്ടാമ്പി, അങ്ങനെ ആ വള്ളുവനാട്, എറനാട് പ്രദേശങ്ങളുടെയൊക്കെ തന്നെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ഉയർന്നു നിൽക്കുന്ന മതേതരത്വം എന്ന് പറയുന്ന സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള, സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ, സ്വന്തം ആരാധനാക്രമങ്ങളും ഒക്കെ തന്നെ പാലിച്ചുകൊണ്ട് തന്നെ അന്യോന്യം മനുഷ്യർ
എത്രമാത്രം സ്നേഹത്തോടും എത്രമാത്രം കരുതലോടുകൂടിയും സഹിഷ്ണുതയോടുകൂടിയും സ്നേഹം പങ്കിട്ടിട്ടാണ് ജീവിച്ചത് എന്നുള്ളതിൻ്റെ നിരവധി മനോഹരമായ കൃത്യമായ അടയാളങ്ങൾ എം ടിയുടെ കൃതികളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് ഈ കാലഘട്ടത്തിൻ്റെ വായനയെ ധന്യമാക്കുന്ന സന്ദർഭങ്ങളാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ നാലുകെട്ടും അസുരവിത്തും കാലവും ഒക്കെ എഴുതപ്പെട്ടിട്ട് വളരെ വർഷങ്ങളായി. ഓരോ കാലഘട്ടങ്ങളിലൂടെ വായനയിലൂടെ കടന്നു പോകുമ്പോഴും ആ കാലം ആവശ്യപ്പെടുന്ന ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള നിലയിൽ നിലനിൽക്കാൻ വേണ്ടി ഓരോ കാലവും ആവശ്യപ്പെടുന്ന ചില നീക്കിയിരിപ്പുകൾ എം ടിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തൻ്റെ കൃതികളിലൂടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എല്ലാ കാലത്തും സമൂഹത്തിൻ്റെ ശക്തിയും കരുത്തുമായി മാറുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.